ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് എല്ലാ മൃഗങ്ങളെയും ഇഷ്ടമായിരുന്നു. അതുകൊണ്ടുതന്നെ രാജാവ് കൊട്ടാരത്തിന് അടുത്ത് ഒരു മൃഗശാല ഉണ്ടാക്കി. പല രാജ്യങ്ങളിൽ നിന്നുമായി വ്യത്യസ്ത തരം മൃഗങ്ങളെ രാജാവ് കൊണ്ടുവന്നു. ഓരോ മൃഗത്തെയും എല്ലാ സൗകര്യവും ഭക്ഷണവും അടങ്ങിയ കൂടുകളിൽ പാർപ്പിച്ചു. മൃഗങ്ങളെ കണ്ട് രാജാവ് വളരെ അധികം സന്തോഷിച്ചു. എന്നും രാവിലെയും വൈകുന്നേരവും മൃഗങ്ങളെ കാണാൻ രാജാവ് ചെല്ലുമായിരുന്നു. മൃഗങ്ങൾക്ക് വേണ്ട എല്ലാതര ഭക്ഷണമുണ്ടായിട്ടും അവയുടെ ഉത്സാഹക്കുറവ് രാജാവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് യാദൃശ്ചികമായി ഒരു ഒട്ടകത്തിന്റെയും അതിന്റെ കുഞ്ഞിന്റെയും സംഭാഷണം കേൾക്കാൻ ഇടയുണ്ടായത്. അമ്മേ, എന്തിനാണ് നമ്മുടെ മുതുകിൽ ഇത്രയും വലിയ കൂൺ? കുഞ്ഞേ, നമ്മൾ ഒട്ടകങ്ങൾ മരുഭൂമിയിൽ വസിക്കുന്നവരാണ്. അവിടെ ജലം സുലഭമല്ല, അതുകൊണ്ടുതന്നെ നീരുറവയിൽ നിന്നും വെള്ളം ലഭിക്കുമ്പോൾ എല്ലാം വളരെയധികം ജലം നമ്മൾ കൂനയിൽ സൂക്ഷിച്ചുവെക്കും. അതിനാൽ ഒരുപാട് ദിവസങ്ങൾ വെള്ളം ലഭിച്ചില്ലെങ്കിലും സുഖമായി ജീവിക്കാൻ കൂന് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ എന്തിനാണ് മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഇത്രയും കട്ടിയുള്ള കൺപീലിയും മൂക്കിന്റെ അടപ്പ് അടക്കാനുള്ള മൂടിയും? മരുഭൂമിയിൽ ഇടയ്ക്കിടെ മണൽക്കാറ്റ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാനും കാഴ്ചയ്ക്ക് മങ്ങൽ ഏൽക്കാതിരിക്കാനും ആണ് കൺപീലി. എന്നാൽ മൂക്കിന്റെ അടപ്പ്, മണൽപ്പൊടി മൂക്കിൽ കയറാതിരിക്കാൻ ഒട്ടകങ്ങളെ സഹായിക്കുന്നു. നമ്മുടെ കാൽക്കുളമ്പ് വളരെ വലുതാണല്ലോ അമ്മേ, അത് എന്തിനായിരിക്കും? മണലിൽ കൂടി നടക്കുമ്പോൾ കാലുകൾ പൂന്താതിരിക്കാനാണ് ഒട്ടകങ്ങൾക്ക് വലിയ കാൽക്കുളമ്പ്. നമ്മുടെ പല്ലുകളും നാക്കുകളും വളരെയധികം കട്ടിയുള്ളതും ബലമുള്ളതും ആണ്, അല്ലേ അമ്മേ? എന്തിനാണ് ഇത്രയും ബലമുള്ള പല്ലും നാക്കും? മരുഭൂമിയിലെ സസ്യങ്ങൾ മുള്ളുകൾ നിറഞ്ഞതും കട്ടികൂടിയതും ആണ്. അവ നിഷ്പ്രയാസം ഭക്ഷിക്കണമെങ്കിൽ കട്ടിയുള്ള പല്ലുകളും നാക്കുകളും കൂടിയേ തീരൂ. അമ്മേ, അമ്മ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായി ഇല്ല. മരുഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ കഴിവുകളും നമുക്ക് ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മൃഗശാലയിൽ കഴിയുന്നത്? ഒട്ടകക്കുഞ്ഞിന്റെ ദയനീയമായ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അമ്മ ഒട്ടകം തന്റെ തലതാഴ്ത്തി. ഈ സംഭാഷണം എല്ലാം കേട്ടുകൊണ്ടിരുന്ന രാജാവിന് താൻ ചെയ്ത തെറ്റ് മനസ്സിലായി. തന്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടിയല്ലേ ഈ മൃഗങ്ങളെയെല്ലാം അവരുടെ വാസസ്ഥലത്തു നിന്നും പിടിച്ചുകൊണ്ടുവന്ന് ഈ കൂട്ടിൽ അടക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ രാജാവ് എല്ലാ മൃഗങ്ങളെയും അവരവരുടെ വാസസ്ഥലത്തേക്ക് കൊണ്ടുവിട്ടു. ഈ കഥയിൽ നമുക്കൊരു ഗുണപാഠമുണ്ട്. കൂട്ടുകാരെ, മൃഗങ്ങളെ സ്നേഹിക്കേണ്ടത് അവയെ പിടിച്ചു വെച്ചുകൊണ്ടല്ല, മറിച്ച് അവയെ സ്വതന്ത്രമാക്കിക്കൊണ്ടാണ്.